ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടത്തിന്റെ പേരാണ് അല്ല പേരെന്താ, ഒരു മിനിറ്റ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടത്തിന്റെ പേരാണ് നീപ്പ. ഇങ്ങനത്തെ കുറെ പടങ്ങൾ കണ്ടുകൂട്ടിയിട്ടേ പേരൊന്നും തലയിൽ നിൽക്കണില്ല. ഈ പടം തുടങ്ങുന്നത് ഒരു പോലീസുകാരന്റെ കിടിലൻ ഫൈറ്റിലൂടെയാണ്. 5 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു അപാര ഫൈറ്റ്. A few moments later. ആരെയാണ് ഈ പോലീസുകാരൻ തല്ലുന്നത്? ഇയാൾ എന്തെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാരനാണോ, അതോ ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണോ എന്നൊക്കെ ചിന്തിച്ച് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. ഇതേതോ ഭാരത് ടിവിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഈ പോലീസുകാരനും ഈ സിനിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ. അപ്പൊ നീ ഇതും തുടങ്ങിയ കൂടി നിനക്ക് പതിവില്ലാത്തതാണല്ലോ എന്ന് ഞാൻ രണ്ടിലൊന്ന് ഉറപ്പായിട്ടും തീരുമാനിക്കാൻ പോവാ. ഇയാളുടെ പേരാണ് ബാലൻ. ബാലൻ ഒരു വിരഹ കാമുകനാണ്. അങ്ങനെ ഒരു ദിവസം കള്ളു കുടിച്ച് ലക്ക് കെട്ട ബാലൻ ഏതോ തൊടിയുന്ന ഒരു കമ്പിപ്പാര ഊരിയെടുത്ത് ആരെയോ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് കമ്പി നിനക്ക്? എല്ലാത്തിനും ഒരു തീരുമാനം അറിയണ്ടേ? ചേച്ചി ഇവിടെ നിക്കണ്ട, പോയിക്കോ. എടാ ബാല, എടാ ബാല. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. തീരുമാനം? അത് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ. എനിക്ക് വലുത് എന്റെ ജീവിത. പല്ല് ഞറങ്ങുമ്പോ ഞാനങ്ങ് പേടിച്ചു പോകുന്നു വിചാരിച്ചോ? കള്ളും കുടിച്ച് ഇതെങ്ങാനും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നോ അറിയാലോ, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഇതിനാണോ ഇയാള് കമ്പിയൊക്കെ എടുത്തിട്ട് വന്നത്? ഇയാളുടെ വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഒലത്തുന്ന്. കള്ളും കുടിച്ച് ഇതെങ്ങാനും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നോ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇയാളെ ഞാൻ മനുഷ്യന് മെനക്കെടുത്ത് സിന്ദൂര പൊട്ടു തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. അങ്ങനെ ബാലേട്ടന്റെ കാമുകി നിഷ മരിച്ചു. അങ്ങനെ നിഷയുടെ കൊലപാതകം അന്വേഷിക്കാൻ അയാൾ വന്നു. വെയിറ്റ് ഇത് 4 പവനാ. നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ എനിക്കൊന്നും അറിയാൻ മേലേ. എന്തൊരു ഭാവായിരുന്നു എന്റെ കൊച്ച്. ഞാൻ ഇറങ്ങുമ്പോ ഇവിടെ ഇരുന്ന് ചോറുണ്ടോണ്ടിരുന്ന കൊച്ചായിരുന്നേ. അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പലണ്ടി വിളിച്ചോണ്ട് പോടാ. ഇവരുടെ ഈ മാസ്മരിക പ്രകടനം കണ്ട് ദേവിജി പറയും, ആ സ്ത്രീ നോർമൽ അല്ല, പിന്നീട് ചോദിക്കാം. തന്നെ ആരോടെ പോലീസുകാരനാക്കിയത്? അയ്യോ എനിക്കൊന്നും ഓർക്കാൻ വയ്യേ. ഇവിടെ നിന്ന് കിട്ടിയ ചെരുപ്പ് ആരുടേതാണെന്ന് സെർച്ച് ചെയ്തോ? നിഷ മരിച്ച സ്ഥലത്ത് നിന്ന് തെളിവായിട്ട് ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ആരുടെ ചെരുപ്പാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അതിനുള്ള ശ്രമങ്ങളാണ്. ഇതെന്തവര് കാട്ടി വെച്ചേക്കണത്? ചെരുപ്പ് ഉണക്കാട്ടിരിക്കേ. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയത് ഒരു ചെരുപ്പ്. ഇതിലിപ്പോ ഒരുപാടെണ്ണം ഉണ്ടല്ലോ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. ആദായ വിൽപ്പന ഇതൊക്കെ ആരുടെ ചെരുപ്പാടോ? കൊലയാളി ഇത്രയ്ക്ക് ദരിദ്രവാസിയാണോ? പിന്നെ ആരുടെ ഏർപ്പാടാത്? അറിയില്ല സാറേ. പിന്നെ ഇത് ആരുടെ ഏർപ്പാടാത്? എന്റെ സാറേ. ആ ഫസ്റ്റ് തൂങ്ങി കിടക്കുന്ന ചെരുപ്പ് നോക്ക്. കൊലയാളി വിശന്നപ്പോ ചെരുപ്പ് പകുതി തിന്നു തോന്നുന്നുണ്ട്. ഈ ഓണത്തിന് ബണ്ണുകടി മത്സരമൊക്കെ പോലെ ചെരുപ്പ് കടി മത്സരത്തിന് വേണ്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. എന്താ ഒരു പ്രത്യേകതയൊക്കെ? നീ അങ്ങ് ക്ഷീണിച്ചല്ലട മോനെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നല്ല ഭക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ അതില് വിഷട്ടുണ്ടോ? അല്ല, സാധാരണ സിനിമയിലൊക്കെ ഇങ്ങനെയാണ്. എന്നാലും മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടോ അമ്മേ? ഇന്നിവിടെ ഒരു സാറ് വന്നിരുന്നു. സാറ് ഒരു സഹായം ചോദിച്ചു. 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. വത്സയുടെ മോളുടെ കൊലപാതകം നീ ഏറ്റെടുത്താ മതി. ഏതായാലും അവള് ചത്തു. ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞപ്പോ സാറ് കുറച്ച് പൈസ ഇങ്ങ് തന്നു. അങ്ങനെ അമ്മയും പെങ്ങളും ബാലേട്ടനെ വിൽക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്നെ വിറ്റു അല്ലേ അമ്മേ? പക്ഷെ ആ ഡീല് നമ്മുടെ ബാലേട്ടൻ അങ്ങോട്ട് ഇഷ്ടായില്ല. കൊലച്ചോറാണല്ലേ അമ്മേ? അല്ല ബാല, നല്ല നെയ്ച്ചോറാ.
ഇനി ബാലേട്ടന്റെ ഒരു എന്താ പറയാ ഒരു രോമാഞ്ചിഫിക്കേഷൻ തരുന്ന അഭിനയമാണ്. സമ്മതിക്കു മോനെ. മതി നിർത്ത്. നിങ്ങളൊക്കെ മനുഷ്യരാണോ അമ്മേ? ബാലേട്ടന്റെ മുട്ട വരെ അഭിനയിച്ച നിമിഷം ഇയാളുടെ അഭിനയം കണ്ടിട്ട് ആ മുട്ടയ്ക്ക് പോലും സഹിക്കാൻ പറ്റാതെ അത് ചാടിപ്പോയി. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട് നമ്മ ചോര ഛർദിക്കും. നേപ്പാളി, ബംഗാളി, ഞരപ്പാളി. ആരായി ബാലചന്ദ്ര? ബാല കേറ്. BGMന് പകരം തീവണ്ടി പോകുന്ന സൗണ്ട്. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പു. അങ്ങനെ ബാലേട്ടൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. പോലീസ് വന്ന് ബാലേട്ടനെ തൂക്കി. ഒന്നുമില്ല ബാല, സ്റ്റേഷൻ വരെ ഒന്ന് പോയി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അയ്യോ എന്റെ മോനെ കൊണ്ടുപോകരുത്. ഏതായാലും അവള് ചത്തു. ഇതൊന്നും കാര്യമാക്കണ്ട. എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് മറ്റേ 50 ലക്ഷത്തിന്റെ ഡീലൊന്നല്ല കേട്ടോ, ശരിക്കും പോലീസ് പൊക്കിയത് തന്നെയാണ്. അങ്ങനെ ബാലേട്ടന് പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ബാലേട്ടന്റെ ഒരു യോഗം. എന്തൊക്കെയാടാ അവിടെ നടക്കണ്? മനസ്സിലാവുന്നില്ല അല്ലേടാ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ. അത് ശരി. കൊഞ്ചം അങ്ങ പാറുക്കണ്ണ. സാറേ, ഈ കൊള്ളരാത്തവൻ തന്നെയാണ് ആ പെങ്കൊച്ചിനെ കൊന്നത്. ഇവൻ അന്ന് എന്റെ വണ്ടിയിൽ കമ്പിപ്പാരായിട്ട് കയറണേ കണ്ടാണ് സാറേ. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇതാണ് പറയണത്, സ്വന്തം കാര്യം നോക്കിയിട്ട് മൂടിയിട്ടിരിക്കണമെന്ന്. എന്തായിരുന്നു ഇയാളുടെ ഒരു ഷോ? അങ്ങനെ ഒരു കമ്പി പുഴക്കിയിട്ട് പോയി എന്നുള്ള തെളിവ് വെച്ച് നമ്മുടെ ബാലൻ ജയിലിനകത്തായി. ബാലന് കൂട്ടായി മറ്റൊരു ക്രിമിനൽ കൂടി വരികയാണ്. ഇനി അയാളുടെ ഒരു മാസ്മരികമായ പ്രകടനം. ഇത് ഓസ്കാർ നോമിനേഷനിൽ വരാതെ പോയ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ. ഇയാളാണോ ഗുണ്ട? അയാൾക്കൊന്നും എണീറ്റ് നിൽക്കാനുള്ള ശക്തി കൂടി ഇല്ല. കണ്ടില്ലേ, ഇരുന്നിട്ടൊക്കെയാണ് തല്ലണ്. എന്തിനാ വെറുതെ വയ്യാത്ത പണിക്കൊക്കെ നിക്കണ്? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അവളെങ്ങനെ പടഞ്ഞപ്പോ അവളുടെ അവസാനത്തേക്കുള്ള ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ മനസ്സിലായോ? കിട്ടിയില്ലേ? ആ, ഇനി മിണ്ടാണ്ടിരുന്നോ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഞാനീടെ രണ്ടെണ്ണത്തിന് തട്ടി. ഒടുക്കത്തെ ഉപദേശമായിരുന്നു തള്ള. സ്വന്തം തലമണ്ട മണത്ത് കിക്കാവുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒടുക്കത്തെ ഉപദേശമായിരുന്നു തള്ള. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ്ബാക്ക്. നമ്മുടെ ബാലേട്ടൻ പണ്ടൊരു കരാട്ടെ മാഷായിരുന്നു. അപ്പോഴാണ് മറ്റേ നിഷ ഇയാളെ കാണുന്നത്. എന്താ ദേ എന്റെ കാമുകം വന്നു. എന്താ പറഞ്ഞേ? ദേ എന്റെ കാമുകം വന്നു. അശ്ലീലം പറയുന്നോ? എന്തുള്ളതിനും പറയാനാണോ? അയ്യോ, പ്രായമുള്ള ആളാണ് മോളെ. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങനെ നിഷ അച്ഛന്റെ പ്രായമുള്ള ബാലേട്ടനെ സ്നേഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നല്ല 1000 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നു എന്റെ ചേട്ടത്തിയെ? കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കത്തുകാർക്കാ പരാതി, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സ്നേഹം കൊണ്ടാ. എന്താ ശൃംഗരിച്ചാല്? എടി പൊട്ടി പെണ്ണെ, നീ എന്റെ അനിയത്തിയല്ലേ? അനിയത്തിയോട് ആരെങ്കിലും ശൃംഗരിക്കുവോ? അപ്പൊ ഇത് അനിയത്തിയാണെങ്കിൽ മറ്റേതിന് മകളുടെ പ്രായം ഉണ്ടല്ലോ, അത് ഇയാൾക്ക് ഓക്കെ ആണല്ലോ. ഇപ്പഴേ ബാലേട്ടനെ എന്റെ മുറച്ചിറക്കനാ. എടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ബാലേട്ടന് ഇത്രയ്ക്ക് ഡിമാൻഡോ? എന്താ ഇപ്പത്? എടി അവളെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നീ എനിക്ക് അനിയത്തിയാ. ഞാൻ പോവാ. എത്ര നാളെ നാണമില്ല ഒരാളുടെ പുറകെ നടക്കുന്നത്. ബിന്ദു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പല മണ്ണിക്ക് തല വെച്ച് ചാവും. എന്റെ പൊന്നു മോളെ, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ഈ ഒരൊറ്റ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കുക. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത്രയ്ക്ക് ക്ഷാമമാണോ? ബിന്ദു, ബിന്ദു നീക്കാൻ. ബിന്ദു, കല്യാണം കഴിഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. എനിക്ക് പറ്റില്ല ബിന്ദു നിന്നെ വേറെ അർത്ഥത്തിൽ കാണാൻ. A few moments later. ഇനിയിപ്പോ രണ്ടാം കെട്ടൊന്നും ശരിയാവില്ല.
അതിപ്പോ നമ്മുടെ കുടുംബത്തിലും പെൺപിള്ളേരില്ലേ? നീ ആരുടെ കാര്യോ പറയുന്നത്? നമ്മുടെ ബിന്ദുവിന്റെ കാര്യം അല്ലാതെ അവരുടെ കാര്യം. എടോ, തനിക്ക് ഈ ബിന്ദുവിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്തിനാ നിങ്ങൾ രണ്ടാം കെട്ടുകാരന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ബിന്ദുവിന്റെ കാര്യത്തിൽ തലയിടണ്ട, കൊന്നുകളയും ഞാൻ നിന്നെ. എനിക്ക് ഈ നാട് വിട്ടുപോകാൻ താല്പര്യമൊന്നുമില്ല. ഈ 7up കുടിക്കാൻ 2 ഗ്ലാസ്, അതിൽ 2 സ്ട്രോ, കാമുകിക്ക് ഒരു ഷാർജ ഷേക്ക് വാങ്ങി കൊടുക്കാനുള്ള കാശ് പോലും നമ്മുടെ ബാലേട്ടന്റെ കയ്യിൽ ഇല്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ കുട്ടാ? ആ ശരി. നല്ല കുട്ടി. കുട്ടിയോ? എത്ര കൊല്ലം മുമ്പ്? ഗാന്ധിജിയുടെ ഒപ്പം പഠിച്ച ആളാണ് കേട്ടിരിക്കുന്നത്. നല്ല കുട്ടി. ഈ ഒരു വാക്ക് നീ ഇനി മേല മിണ്ടിന്ന് ഞാൻ അറിഞ്ഞ. നീ ഇത് വെക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാ ചെയ്യേ. നീ രക്ഷപ്പെട്ട നമ്മളെല്ലാം രക്ഷപ്പെട്ട പോലെയല്ല. അങ്ങനെ ചേച്ചിയുടെ മാലയും വളയൊക്കെ പണയം വെച്ച് ബാലേട്ടൻ ഗൾഫിലേക്ക് പോയി. എന്നിട്ട് അവിടെ കിടന്ന് നരകിച്ച് പണിയെടുത്ത പൈസയൊക്കെ ഇയാള് കാമുകിക്ക് അയച്ചു കൊടുത്തു. നിഷയുടെ പഠിപ്പ്, അവളുടെ വീട് പണി, അതൊക്കെ നോക്കുന്നതിന്റെ ഇടയിൽ ഈ പുന്നാര ബാലേട്ടൻ സ്വന്തം പെങ്ങളെ മറന്നു, അയാളുടെ അമ്മയെ മറന്നു. ആ ബാലേട്ടാ, ചേട്ടാ, നാട്ടിലോട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ എനിക്കൊരു പെൻ ക്യാമറ കൊടുത്തു വിടണേ. ഇത് എന്നെ റൂട്ടാ? നീ അവനോട് ഇത്തിരി പാൽപ്പൊടി കൊണ്ടുവരാൻ പറ. പിന്നെ അവനോട് എനിക്ക് 2 ഫ്രൂട്ടിന്റെ സ്പ്രേയും കൊണ്ടുവരാൻ പറ. 7 ജാക്കി ചട്ടി 4 പണിയെ 9 നമ്പർ പേട്ട ചെപ്പൽ 1 സോടി. ഞാനിങ്ങ് വന്നല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് മോൾക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നേ. ഇനി പണയം വെച്ച മാലയും വളയും എന്റെ കള്ള കൃഷ്ണന് ഉമ്മ, ചക്കര ഉമ്മ. അങ്ങനെ ആ ഫോണിന്റെ സ്പീക്കറിൽ മൊത്തം അയാൾ തുപ്പിക്കൂട്ടി വെച്ചു. കാമുകിക്ക് വേണ്ടി പണിയെടുത്ത് നട്ടലിന്റെ സ്ക്രൂ ഇളകിയപ്പോ ബാലേട്ടൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അതിപ്പോ നാട്ടിൽ പോവാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ നിഷയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. അല്ലെങ്കിലും മഴ നിന്ന കൊട ഒരു ഭാരാണല്ലോ. അപ്പൊ ഞാൻ ഗൾഫിൽ കഷ്ടപ്പെടാൻ പോയത് എന്റെ മാത്രം തീരുമാനമായിരുന്നോ? നീ ഇങ്ങനെ നടന്ന എന്റെ മോൾക്കൊരു മംഗല്യം നടക്കില്ല. നീ പോവാല. ഇയാളുടെ അടുത്ത് കാശുള്ളപ്പോ ഇയാളുടെ കയ്യിലത്തെ കാശൊക്കെ പോയപ്പോ നീ പോവാല. മോള് ഇപ്പൊ ചാവടാ. കൊള്ളാം. എന്നിട്ട് ബാലിനിപ്പ പോകണം. നിങ്ങളുടെ മോക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ. നേരാ, നിനക്ക് നഷ്ടം വന്നു. ഞങ്ങൾ കാണിക്കുന്ന അന്തയില്ലായ്മയാ. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ബാലന്റെ കേസ് അന്വേഷിക്കാൻ ദുരന്തർ സ്റ്റൈലിൽ മറ്റൊരു പോലീസുകാരൻ വന്നു. തന്റെ ID കാർഡ് കാണട്ടെ. നീ എന്താ ഞെട്ടാത്തെ? ഒത്തിരി കണ്ടേ സാർ. ഈ ദുരന്തറിന്റെ അന്വേഷണത്തിൽ ബാലൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ബാലേട്ടൻ പുറത്തിറങ്ങി. നിഷയെ ശരിക്കും കൊന്നത് ഏതോ ഒരു നേതാവിന്റെ ഗുണ്ടയാണ്. സംഭവം എന്താന്ന് വെച്ചാ, ഈ നേതാവിന് മൂകാംബിക യൂണിവേഴ്സിൽ ഉണ്ടായ മകളാണ് നിഷ. ഈ നിഷയെ ഇയാളുടെ ഒഫീഷ്യൽ മകൻ പ്രണയിച്ചു. അത് അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. അതുകൊണ്ട് അയാൾ നിഷയെ ആളെ വിട്ട് കൊല്ലിച്ചു. മറ്റേ മമ്മൂട്ടിയുടെ ജാഗ്രത സിനിമല്ലേ, അതന്നെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ബാലേട്ടൻ പുറത്തിറങ്ങി, പടം കഴിഞ്ഞു, ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എന്നാ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കാണെന്ന്. ബാലേട്ടന് ഒരു ബംഗാളി സുഹൃത്തുണ്ട്. എന്തിനും ഏതിനും അയാളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത്. എനിക്ക് ഒരു കുട്ടി ജനിച്ചു. അല്ല ഭായി, ഒരു സംശയം. 5 വർഷമായി നാട്ടിൽ പോയിട്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെയാ ഭാര്യ പ്രസവിച്ചത്? മേരാ ബഡാബായി അവിടെ ഉണ്ട്. വ്യക്തമായില്ല. അനിയൻ കാവിലില്ലെങ്കിൽ ബഡാബായിക്ക് കുട്ടികളാകാം. അപ്പൊ ബഡാബായും ചോട്ടാബായും കാവിലില്ലെങ്കിലോ? അപ്പൊ എന്താ ചെയ്യാ? ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. 50 ലക്ഷം രൂപ ഓഫർ ചെയ്ത് കുറ്റമേറ്റാ മതി എന്നാ അവര് പറയുന്നേ. അങ്ങനെ നിഷയുടെ കൊലക്കുറ്റം ഏറ്റെടുത്ത 50 ലക്ഷം കിട്ടും എന്നുള്ള കാര്യം നമ്മുടെ ബംഗാളി ബായി അറിഞ്ഞു. അവളെ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇയാളുടെ ഒരു ഉറുമ്പ്. ഉടുമ്പിനെ വരെ തിന്നുന്ന ബായിക്ക് ഉറുമ്പൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബംഗാളി ബായി ആ കുറ്റം ഏറ്റെടുത്ത് 50 ലക്ഷം കൈക്കലാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾ സിമ്പിളായിട്ട് പുറത്തിറങ്ങി. കാരണം അങ്ങനെ 50 ലക്ഷത്തിന്റെ ഡബിൾ ധമാക്ക ഓഫർ ബായിക്ക് അടിച്ചു. അതോടുകൂടി അയാളുടെ ലൈഫ് സെറ്റിലായി. ഇനി ബഡാബായിനൊക്കെ അയാൾ ചവിട്ടി പുറത്താക്കുണ്ടാവും. അതേസമയം പട്ടിണിയും പരവേശവുമായി തെണ്ടി നടന്ന ബാലേട്ടൻ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ഇനി ഒരു പാട്ടാണ്. എത്ര ജന്മങ്ങൾ നീക്കി വെച്ചു കണ്ണാ. 5 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന ഈ പാട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ നന്ദന സിനിമത്തൊക്കെ പോലെ ജഗണ് ജഗണ് തക അതുപോലെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഇയാള് രക്ഷപ്പെടുന്നു. പക്ഷെ പാട്ട് കഴിഞ്ഞപ്പോണ്ടോ ഇതാണ് ഉണ്ടായത്. സന്തോഷം സന്തോഷം നന്ദി. അതോടെ ഈ പടം കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് ഇങ്ങനെ ചാവാനാണെങ്കിൽ ആ 5 മിനിറ്റ് പാട്ട് എന്തിനായിരുന്നു? ഇനിയിപ്പോ ആ പാട്ട് ഇറക്കിയേ പറ്റൂന്നുണ്ടെങ്കിൽ അത് മാത്രം ഒരു ഭക്തിഗാനത്തിന്റെ CD പോലെ ഇറക്കായിരുന്നില്ലേ? നല്ല പാട്ടാണ്, ചിലപ്പോ അതെങ്കിലും ഹിറ്റായി ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ,
ഈ സിനിമയിലെ കാസ്റ്റിംഗ് പ്രമുഖരായ എല്ലാ നടന്മാരും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ബാബു ആന്റണി, ജോണി ആന്റണി, സലീം കുമാർ, ദേവ്ജി. പക്ഷെ എന്തുണ്ടായിട്ടെന്താ കാര്യം? ചാണകത്തിൽ അണ്ടിപ്പരിപ്പിട്ട അത് പായസമായിട്ട് മാറില്ലല്ലോ. അപ്പൊ ശരി.